യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന യോദ്ധാവിന്റെ മൈൻഡ് സെറ്റ് ഉണ്ട്. അവരുടെ മൈൻഡ് സെറ്റിനെ പഠിച്ച് മൈൻഡ് സെറ്റ് അല്ലേ? ആ യോദ്ധാവിന്റെ മൈൻഡ് സെറ്റോട് കൂടി ഇവിടെ ഇറങ്ങാനായിട്ട് ആര് വന്നാലും ചൂണ്ടുവരലുള്ളൂ, നിൽക്കടാണ് അല്ലെ? അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് നേടിയെടുക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു യുദ്ധമുഖത്ത് എന്ന പോലെ. അപ്പൊ അതിൽ വാർ എന്ന് പറയുമ്പോൾ യുദ്ധം, അതിൽ W നോക്കാം, വിസ്ഡം. എന്താ വിസ്ഡം? സീ ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. എന്താണ് സീ ദ സിറ്റുവേഷൻ? എന്താണ് വിസ്ഡം? വാട്ട് ഈസ് വിസ്ഡം? വിസ്ഡം മലയാളം എന്താ? ജ്ഞാനം അല്ലെ? നോളജ്, അറിവ്. വിസ്ഡം തിരിച്ചറിവ്. എന്താ തിരിച്ചറിവ്? സീ ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. ഇപ്പോൾ ഞാൻ എന്താണ്, എവിടെയാണ്, ആരാണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ശരിയാണല്ലോ, ഇനിയും ഞാൻ ഈ ജോലിയും പറഞ്ഞു നടന്നാൽ എവിടെ എത്താൻ പറ്റില്ല. ഇപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എവിടെ എത്തില്ല. ദാറ്റ് ഈസ് വിസ്ഡം, റൈറ്റ്? എന്താണ് കറണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ, അതിനെ കുറിച്ച് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് സീ ദ സിറ്റുവേഷൻ. അപ്പൊ അത് മനസ്സിലായി. ഞാനുള്ളത് ഡേഞ്ചറിലാണ്, ഞാനുള്ളത് ICU വെന്റിലേറ്ററിലാണ് അല്ലെ? ഞാനുള്ളത് ഓക്കേഷൻ 0 അല്ല, ഞാനുള്ളത് സ്ട്രഗ്ലിംഗില്ല, ഞാനുള്ളത് ലോ ക്ലാസ് ആണ്. ഇതൊക്കെ മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? സീ ദ സിറ്റുവേഷൻ. ദ നെക്സ്റ്റ് അഡാപ്റ്റബിലിറ്റി. വാറിന്റെ രണ്ടാമത്തെ അക്ഷരം അഡാപ്റ്റബിലിറ്റി. എന്താണ്? പ്ലാൻ ഫെയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും പണം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്തുണ്ട്? പ്ലാൻ കയ്യിലില്ല. പക്ഷേ പ്ലാൻ കയ്യിൽ ഇല്ലെങ്കിലും ബട്ട് മിഷൻ നോട്ട് ഫെയിൽഡ്. രണ്ടും കൂടി ഞാൻ പഠിക്കില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അഡാപ്റ്റ് ദ റൂട്ട്. മറ്റൊരു വഴി തിരഞ്ഞെടുക്കുക. ദെൻ നെവർ അവോയ്ഡ് ദ മിഷൻ. മിഷൻ അല്ല മാറ്റേണ്ടത്, വഴിയാണ് മാറ്റേണ്ടത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ പല ജോലിയോ ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ ലക്ഷ്യമുണ്ടായിട്ടുണ്ടാവും. വലിയ കാറ് വേണം അല്ലേ? ഷിബു BMW വേണമെന്ന് പറഞ്ഞ് മോൻ പറഞ്ഞിട്ട് ഷിഫ്റ്റ് ഇല്ലേ? പക്ഷെ എന്തുണ്ട്? വഴിയില്ല. അപ്പോ നമ്മൾ BMW മാറ്റരുത്, അത് നേടാനുള്ള വഴി നമ്മൾ മാറ്റിയാൽ മതി. അപ്പൊ എന്താണ്? പ്ലാൻ ഫെയിൽ ബട്ട് മിഷൻ നോട്ട് ഫെയിൽ. ദെൻ അഡാപ്റ്റ് ദ റൂട്ട്, നെവർ അവോയ്ഡ് ദ മിഷൻ. മിഷൻ രണ്ടു കൂടിയല്ല മാറ്റേണ്ടത്, അവിടേക്കുള്ള വഴിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു 2 കോടി രൂപ. ഓക്കെ, ഇതിൽ പറയുന്നത് നമ്മൾ ഇതിനെ 2 രാജ്യമായിട്ട് കണക്കാക്കുന്നു. ഒന്ന് ഇസ്രായേൽ, 2 ഇറാൻ. നടുവിലത്തത് ഹോർമോസ് കടലെടുക്കാണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇറാനിൽ നിൽക്കുകയാണ് അസ്കർ അല്ല, ഇസ്രായേൽ. ഇറാനിൽ 12 കോടി രൂപ അവിടെ ചെന്നാൽ കിട്ടും. പക്ഷെ എന്തില്ല, നടുവില് ഈ കടൽ കടന്ന് വേണം അപ്പുറത്താനായിട്ട്. അപ്പോ അസ്കറിനോട് പറഞ്ഞു ഇതിന് വഴിയുണ്ട്. അസ്കറിന്റെ ഒരു ഫ്രണ്ട് പറയണ വഴിയുണ്ട്, ഒരു പാലം പണിതാൽ അപ്പുറത്താം. പാലം പണിയാൻ സുഖമാണ്, വലിയ ഒഴുക്കൊന്നുമില്ല. പക്ഷെ ഈ പാലം പണിയണമെങ്കിൽ 3900 ഇഷ്ടിക കിട്ടിയാൽ സംഭവം ഡീൽ. ഓക്കെ, അപ്പോ ആ അസ്കറിന്റെ ഫ്രണ്ട് വേറൊന്നുകൂടെ പറഞ്ഞു, ഒറ്റയ്ക്ക് ഈ പാലം കെട്ടാൻ പറ്റില്ല, ഇഷ്ടിക കൊണ്ടുവരാൻ പറ്റില്ല. ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? അസ്കർ കാര്യം മനസ്സിലായി, ഒറ്റയ്ക്ക് ഈ പണി പറ്റില്ല. അങ്ങനെ അസ്കർ എന്ത് ചെയ്തു? 5 ആളെ കൂട്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ആണ് ഫൈൻഡ് 5 പാർട്ട്നേഴ്സ്. 5 കൂട്ടുകാരെ, 5 ബന്ധുക്കളെ, ആരായിക്കോട്ടെ, അവരെ ബിസിനസ് പാർട്ട്നേഴ്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ 5 പാർട്ട്നേഴ്സിന് ഈ ഒരു 5x5 മെത്തേഡിലൂടെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇത് വിഷണറി. എന്താ അസ്കറിന്റെ ലക്ഷ്യം? എന്താ? 12 കോടി. 5. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം? ഈ 5 പേർക്ക് 2 കോടി വെച്ച് കൊടുക്കണം. ബാക്കി എത്രയുണ്ട്? 2 കോടി. അപ്പൊ ലീഡർ ആരാ? അസ്കർ. അപ്പൊ അസ്കറിനെ വിളിക്കുന്ന പേരാണ് വിഷണറി. 12 കോടി നേടിയെടുക്കാൻ വേണ്ടി മുൻപിട്ട് ഇറങ്ങിയ. ഓക്കെ, കാരണം അസ്കറിന് ഐഡി കിട്ടി, ഇപ്പൊ ഷിബിചാണ്ട് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനി ഇവിടെ 5 ഇന്റഗ്രേറ്റർ. ഇത് നടപ്പിലാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേറ്റർ. നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഇന്റഗ്രേറ്ററാണ് അമിത് ഷാ. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇന്റഗ്രേറ്റർ ആയിരുന്നു കോടിയേരി.
ഇതേപോലെ എല്ലാവർക്കും ഒരു ഇന്റഗ്രേറ്റഡ് ഒറ്റയ്ക്ക് ഒരു നടപ്പിലാക്കാൻ പറ്റില്ല. എല്ലാവർക്കും നടപ്പിലാക്കാൻ വേറെ ആളുണ്ടാവും. എനിക്കുണ്ട് ഇന്റഗ്രേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ യെസ് അസ്കർ ഇന്റഗ്രേറ്റർ 5 പേര്. ഞാൻ ഒന്ന് ശിവു ചേട്ടനായിട്ടും 2 അശ്വതിയായിട്ടും കണക്കാക്കാം. ഓക്കെ അല്ല? അപ്പൊ ഒന്ന് അസ്കർ, ഇവിടെ ശിവു ചേട്ടൻ. ഓക്കെ അല്ല? യെസ്. അപ്പൊ എങ്ങനെയാണ് ഈ പാലം പണി തുടങ്ങുന്നത് നോക്കാം. അപ്പൊ ഇവിടെ അസ്കർ 5 പേര്, ഒരാള് ശിവു ചേട്ടൻ. ഓക്കെ ആണോ? ഇവിടെ അസ്കറിന് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അസ്കറിന് ഒറ്റ പണിയേ ഉള്ളൂ, ഇവരെ സഹായിക്കാം. 5 പേരെ ഇവിടെ കൊണ്ടുവന്നു. ഈ 5 പേർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇഷ്ടിക പൊക്കാനോ പാലം പണിയാനോ അസ്കർ പോകരുത്. ആര് പോണം? ഈ 5 പേര് പോയാൽ മതി. അസ്കറിന്റെ പണി ഇതിനെ കോർഡിനേറ്റ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇവിടെ ശിവു ചേട്ടൻ എന്ത് ചെയ്തു? റെഡിയാണ് അല്ലെ? അങ്ങനെ റെഡി ആയിട്ട് എന്ത് ചെയ്തു? ദാ ഇവിടെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ 5 ഇഷ്ടിക മാത്രം ശിവചേട്ടൻ കൊണ്ടുവന്നാൽ മതി. ഈ 3900 ഇഷ്ടികയില് ശിവചേട്ടന്റെ റോഡ് ഓൺലി 5 bricks, 6 വേണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ ഈ അക്കോമഡേഷൻ പാസ് ആണ് നമ്മുടെ ഇഷ്ടിക. അതായത് കമ്പനിക്ക് ഒരു വാല്യൂ ലാഡർ ഉണ്ട്. ഈ കമ്പനിയിൽ വരുമ്പോൾ ഇത്തരം പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ വരുന്ന നിങ്ങൾക്ക് ചവിട്ടി കയറി പോകാനുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഇന്ന് എന്ത് ചെയ്തു? ദാ ശിവു ചേട്ടൻ വന്നു, ഫ്രീ. പ്രത്യേകിച്ച് ഇവിടെ പേയ്മെന്റ് ഒന്നും മേടിച്ചിട്ടില്ല. ഇനി ശിവു ചേട്ടൻ എന്ത് ചെയ്യണം? അടുത്തത് ഒരു 20,000 രൂപയുടെ ഉൽപ്പന്നം, 1 ലക്ഷം, എന്ത് വേണമെങ്കിലും 8 കോടിയുടെ കോട്ടേജ് എന്ത് വേണമെങ്കിലും വാങ്ങാം. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ലാഡർ. അപ്പൊ കമ്പനി എന്ത് പറഞ്ഞു? ഓക്കെ അസ്കർ ഓക്കെ ആണ്. ശിവു ഇവിടെ ഇത്രയും അല്ലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഒരെണ്ണം എന്ത് ചെയ്യണം? ശിവു വാങ്ങണ്ട, വിൽക്കണം. മീൻസ് 5 എണ്ണം. ഓക്കെ, അപ്പൊ 5 പേർക്ക് ഇത് വിൽക്കുക എന്നുള്ള ഒരൊറ്റ ടാസ്ക് മാത്രമേ ശിവു ചേട്ടനുള്ളൂ. എത്ര എണ്ണം? 5 എണ്ണം, 6 എണ്ണം വേണ്ട. പിന്നെ ഈ പണി ചെയ്യാൻ വേണ്ട. എങ്കിൽ എന്റെ ചോദ്യം, അസ്കറിന്റെ പണി എന്താ? 5 പാർട്ണർ. ശിവുവിന്റെ പണി എന്താ? 5 സെയിൽ. 2 നെറ്റ്വർക്ക് അല്ല, MLM അല്ല. അസ്കറിന് 5 പാർട്ണറെ കണ്ടെത്തുന്നു, ശിവചേട്ടൻ 5 സെയിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശിവചേട്ടൻ 5 സെയിൽ കൊണ്ടുവന്നു. ഓക്കെ, എന്ത് ചെയ്തു? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സെയിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള 5 പേരെ അല്ലെങ്കിൽ 10 പേരെ ആരും കൊണ്ടെങ്കിലും അജിയല്ലേ? അജി ത്രൂ ശിവു വിനോദിലേക്ക് എത്തിക്കണം. കുഞ്ഞോളേച്ചി നല്ല അവിടെയാണ് കൊണ്ടുപോകുന്നത്. കാരണം അറിയാം, ഷിബി വിനോദിക്കുള്ള പ്രത്യേകത ആരെ കൊണ്ടുപോയെടുത്താലും കട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ ടീമിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്ലോസറാണ് ഷിബി വിനോദ്. ഇതേപോലത്തെ കമ്പനിക്ക് നേരത്തെ പറഞ്ഞ കമ്പനിക്ക് ഏകദേശം 300ഓളം ക്ലോസേഴ്സ് ഉണ്ട്. ആരൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന ലിറ്റി അഭിലാഷിനെ പോലെ, മഞ്ജു ജേക്കബിനെ പോലെ അല്ലെ, അജിത ബഷീറിനെ പോലെ, നൈസിയെ പോലെ, ഷൈനിയെ പോലെ, അഭിലാഷിനെ പോലെ ഇവിടെ പെട്ടക്കണത് അല്ലെ, പെട്ടക്കണത് പോലെ കമ്പനി 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ശിബിച്ചേട്ടൻ്റെ പണി എന്താ? 5 കോണ്ടാക്ട് നേരെ അസ്കറിന് കൊടുക്കുന്നു, അസ്കർ നേരെ അജിക്ക് കൊടുക്കുന്നു, അജി നേരെ അവിടെ കുഞ്ഞുളേച്ച് വഴി ഷിബിയിലെത്തി. ഷിബി എന്ത് ചെയ്യും? ഹലോ, ഇത് കുമാരൻ ചേട്ടനല്ലേ? അതെ, ഞാനേ ശിവു പറഞ്ഞിട്ട് വിളിക്കുക. ഏത് നമ്മുടെ തെക്കനിൽ ശിവ? അതെ അതെ ശിവ. ഓക്കെ, ശിവ ചേട്ടൻ മാമനല്ലേ? എൻ്റെ മാമനാണ്. അപ്പൊ ഇതിനു മുമ്പ് എന്ത് ചെയ്യും? ശിവു മാമനെ വിളിക്കുന്നത് എങ്ങനെയാണോ മൂപ്പര് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോ മാമ ആ വീണി വിചാരിച്ചു. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും? ശിവ മാമനാണ്. മാമ ഞാൻ വിളിച്ചത് എങ്ങനെ? മാമ ഞാൻ വിളിച്ചത് ആരെ വിളിക്കണേ? ഷിബി. സിമ്പിളായിട്ട് ആ കസ്റ്റമർ ക്ലോസ് അവർ ചെയ്തു. അങ്ങനെ ഷിബുവിന്റെ പണിയല്ല. 5 കോണ്ടാക്ട് ഇമ്മീഡിയറ്റ് സീനിയേഴ്സിന് കൈമാറി. ഓക്കെ, അങ്ങനെ 5 കോണ്ടാക്ട് അവർ ഹാൻഡ് ഓവർ ചെയ്ത് അവരത് ക്ലോസ് ചെയ്ത് കൈ തരുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് 20,000 രൂപ. എന്ത് ചെയ്തു? 5 കോണ്ടാക്ട്
ഈ വഴി ആ വഴി അവിടെ കൊടുത്തു, അവരത് ക്ലോസ് ചെയ്തു. നിങ്ങൾ ചെയ്താൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. പഠിക്കുന്നത് വരെ ഈ പണി ഞാനാ ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അറിയില്ല, ഞാൻ ആരെയും വിളിക്കുകയില്ല. കാരണം ഇപ്പം എൻ്റെ പണി കഴിഞ്ഞു. ഇപ്പം എൻ്റെ പണി ഇതാ, ആൾക്കാരെ മുന്നിൽ കൊണ്ടിരുന്ന കാര്യം കണ്ടില്ലേ. എത്ര ക്ലോസ് ചെയ്തു? 6 കോടി ക്ലോസ് ചെയ്തു. ഇവരാരെങ്കിലും എന്താ ചെയ്യും? ഇവിടെ കൊണ്ട് നിർത്തി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ബംഗാളിയാ. ഞാൻ പ്രസന്റ് ഒക്കെ എന്ത് ചെയ്തു? വെരി സിമ്പിൾ. ഈ 6 കോടി 1 കോടി 20 ലക്ഷം ഇവർക്കുള്ളതാ. പ്രോഫിറ്റാ. എനിക്ക് വല്ലതും രൂപ. അതെ, സ്നേഹം മാത്രം. ഒന്ന് ആലോചിക്കേ, ഇവർക്ക് ഇന്ന് പലർക്ക് ലക്ഷങ്ങൾ ഇന്ന് നാളെ മറ്റന്നാളിൽ പോകും. ആരെ പണിയെടുത്തോടെ? ഇതാണ് സിസ്റ്റം. ക്ലിയർ ആയാലോ? ഒറ്റയ്ക്ക് ചെയ്താൽ വിജയിക്കില്ല. ഇവിടെ അസ്കർ എന്ത് ചെയ്തു? 5 ആളെ കൊണ്ടു. അവർക്ക് പോലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാ ഇല്ല. ഷിബുചേട്ടൻ എന്ത് ചെയ്തു? അല്ലെ, 5 കോണ്ടാക്ട് എടുത്തിട്ട് ഷിബിനിൽ എത്തിച്ചു. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് റെഫറൽ മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് റെഫറൽ. എക്സാമ്പിൾ, ഇവിടെ മാരിറ്റ് ഹോട്ടൽ എന്ന് അറിയാലോ അല്ലെ? മാരിറ്റ് ഹോട്ടൽ കഴിഞ്ഞ വർഷമാണ് ഞാൻ എന്നെ അവിടുത്തെ ഒരു ക്ലബിൽ ജോയിൻ ചെയ്യിച്ചു. മാരിറ്റ് ക്ലബ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് 40,000 രൂപയാണ് ഈ ക്ലബിൽ ചേരാൻ വേണ്ടിയിട്ട് പൈസ. ഇതിൽ ചേർന്നാൽ ഗുണം എന്ന് വെച്ചാൽ 1 കൊല്ലത്തിനുള്ളിൽ 6 ദിവസം പോയി അവിടെ താമസിക്കും. 12,000 ദിവസത്തിൽ. അപ്പൊ എത്രയും 12,000 × 6 അപ്പൊ 72 ഉറുപ്പികണ്ടായി. 5 ദിവസം പകുതി പൈസ കൊടുത്താൽ മതി. പിന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ പകുതി കൊടുക്കും. അതിന് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഭയങ്കര ലാഭമാണ്. ഞാനത് എടുത്തു. പിറ്റേ ദിവസം എന്നെ വിളിച്ചോണ്ട് ചോദിച്ചു, സാറേ ഒരു 5 റെഫറൻസ് സാറ് തരുമെന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചത്, സാറേ നമ്മുടെ പാക്കേജ് എല്ലാം കിട്ടിയില്ല. എല്ലാം കിട്ടിയില്ല. ഓക്കെ അല്ല സാർ? ഓക്കെ. എന്നാ സാർ ഇനി വരുന്നത്? അത് ഞാൻ വന്നോളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർക്ക് ഞാൻ 5 നമ്പർ ഹാൻഡ് ഓവർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ് 40,000 rupees. എന്താ സംഭവിച്ചത്? ഞാൻ കൊടുത്ത ആ 5 നമ്പറുകൾ ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞിട്ടാ? ഹലോ, സുരേഷ് ഏട്ടനല്ല? അതെ, ഞാൻ നിഷ സാറിന് പറഞ്ഞ് വിളിക്കുകയാണേ. അദ്ദേഹം ഒരു ഇവിടുത്തെ ക്ലബ് മെമ്പർഷിപ്പ് എടുത്ത് സാറിനോട് കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട്? അപ്പോ ഒരാളെ നെഞ്ചത്ത് ചോട്ടിയിട്ട് വിൽക്കുന്ന രീതി, വിളിക്കുന്ന പേര് കൂടിയാണ് എന്ത്? റെഫറൽ മാർക്കറ്റിംഗ്. നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തെ കടമെടുക്കുന്നു. സൂപ്പർ മെത്തേഡ്. ഇന്ന് ഞാനിവിടെ ഇത്ര ലക്ഷങ്ങൾ കോടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റതാണ് റെഫറൽ മാർക്കറ്റിംഗ്. വെരി സിമ്പിൾ. അപ്പൊ ഇവിടെ ഷിബു അല്ലെ 20,000 കിട്ടി. എങ്ങനെ കിട്ടി? 5 നമ്പറുകൾ. എന്തിനു? നമുക്ക് 20,000 രൂപയ്ക്ക് അക്കോമഡേഷൻ പാസിന് കൂടെ എന്തുകൂടി ഉണ്ട് അല്ലെ? ഇതിന്റെ കൂടെ 20,490 രൂപയുടെ ഒരു വെൽനസ് കിറ്റ് ഇവിടെ ഫ്രീ. അപ്പൊ കസ്റ്റമർക്ക് എന്താണ്? 40,490 രൂപയുടെ സാധനം 20,000 രൂപ കൊടുത്തു. അവര് ഹാപ്പി. ഓക്കെ. ഇതിൽ നിന്ന് വാങ്ങിയ ഈ ഒരാളെ പേര് അജീഷ. പേര് ജിഷ. ഒരാള് ജിഷ ആയിട്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് അറിയോ? ഈ ഇത് മേടിച്ചാൽ ജിഷ ഉണ്ടല്ലോ, ഈ ജിഷ നമ്പർ ആരെങ്കിലും അവിടെ കിട്ടി. അവരെ പണി എന്താ? ജിഷനെ വിളിക്കും. ജിഷനെ വിളിച്ചിട്ട് അപ്പോ ഈ നമ്പർ ഷിബു തരാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഷിബുന് എന്ത് കിട്ടി? ഇവിടുത്തെ, അതായത് ഇനി അജീഷയാണ്. അജീഷയ്ക്ക് 20,000 പോയി ചെയ്യുന്നു. പ്രൊഡക്റ്റ് കിട്ടി 40,000 ഇവിടെ. പക്ഷെ ഇനി ഇതേ സംഭവം തന്നെ ജിഷ കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഈ ജിഷ നമ്പർ തന്നെ ജിഷയ്ക്ക് എന്ത് കൊടുക്കണം? വെറുതെ തരും നമ്പർ. ജിഷ വേണല്ലേ? എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് ഒക്കെ? കൊള്ളാം. അതെ, കമ്പനിക്ക് ഈ മാസം ഓഫർ ഉണ്ട്. അതായത് മേമൊരു 10 നമ്പർ തന്നാൽ ഈ തന്ന 20,000 തിരിച്ചു തരും. അതെങ്ങനെ? അതൊക്കെ നിങ്ങൾ മാം തന്നാൽ മതി. അങ്ങനെ എന്ത് ചെയ്തു? ജിഷ 10 നമ്പർ കൊടുത്തു. അതിൽ 5 ഷിബി ക്ലോസ് ചെയ്തു. ജിഷക്ക് കൊടുത്ത് 20,000 തിരിച്ചു കിട്ടി. അപ്പൊ എന്താ സംഭവിക്കണേ? ഈ അല്ലെ അസ്കർ വാങ്ങി അല്ലെങ്കിൽ ഷിബു കൊണ്ടുവന്ന 5 പേർക്ക് എന്ത് കിട്ടി? ആ പൈസ തിരിച്ചും കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോ ഷിബു കിട്ടുന്ന എമൗണ്ട് ആണ് 9,250. അതായത് ഈ 5 കസ്റ്റമറും 5 കസ്റ്റമർ വീതം കൊണ്ടുവന്നു. അപ്പൊ എന്ത് കിട്ടി? 25 കസ്റ്റമറായി. എമൗണ്ട് 9,250 രൂപ. ഇപ്പോ ഷിബിക്ക് എത്ര കസ്റ്റമറായി? നിങ്ങളുടെ 25 കസ്റ്റമറാ. അടുത്ത പണി എന്താ? ഈ 25 പേരെ വിളിക്കണം. അപ്പോഴത്തേക്ക് ഷിബു എന്താവും? അസ്കറും ഇനി ഞാൻ വിളിച്ചോളാം.
മൊത്തം വിളിക്കണ്ട കേട്ടോ. 5 ആളെ ഷിബു വിളിക്കുന്നു, 5 ആളെ അസ്കർ വിളിക്കുന്നു, 5 ആളെ ജിഷ വിളിക്കുന്നു. അപ്പൊ എന്തേ കുറച്ചുകൂടെ സിമ്പിൾ. അങ്ങനെ 25 കസ്റ്റമറേയും 5ന്റെ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോൾ 125 കസ്റ്റമറെ. അപ്പോ ഷിബുവിന് കിട്ടുന്ന എമൗണ്ട് 15,000 രൂപയാണ്. ഓക്കെ, ഇപ്പൊ എത്രയായി? 3 കഴിഞ്ഞു. 4ാമത്തെ വരുമ്പോൾ 125 കസ്റ്റമറെ. ഓക്കെ, ഈ 125 കസ്റ്റമർ സെയിം 5 ക്ലോസ് ചെയ്യുമ്പോൾ 625 സെയിൽ വരുമ്പോൾ ഷിബുവിന് കിട്ടുന്ന എമൗണ്ട് 1,87,500 രൂപ. അവസാനത്തെ 5ാമത്തെ ആഴ്ചയിൽ കിടക്കുമ്പോൾ 625 3,125 കസ്റ്റമർ ഇൻകം 4,37,500. ഇതേ എമൗണ്ട് ഷിബുവിന് കിട്ടുമ്പോൾ അതേ ഒപ്പം തന്നെ അസ്കറിനും ആ പൈസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ആഴ്ച കൊണ്ട് ഷിബുവിനും അല്ലെങ്കിൽ അസ്കറിനും കിട്ടിയ എമൗണ്ട് ആണ് 6,69,250 രൂപ. അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ അല്ലെ, ഷിബു എന്ന് പറഞ്ഞാൽ അല്ല അച്ചി കൊണ്ടുവന്ന എങ്ങനെയാണ് അല്ലെ, ഷിബുവിന്റെ ഒറ്റപ്പടിയുള്ള 5 സെയിൽ ആണ്. പിടിക്കേണ്ട 5 സെയിൽ മാത്രം ചെയ്യാം. ആ ഡ്യൂപ്ലിക്കേഷൻ എന്ത് കിട്ടി? 6,69,250 രൂപ. ഇതിനു വേണ്ടി എഫേർട്ട് എന്തെടുത്തു? ഈ 6,69 കിട്ടാൻ വേണ്ടി 5 ആഴ്ച കൊണ്ട് കിട്ടി. എന്ത് എഫേർട്ട് എടുത്ത് ഒന്ന് പറഞ്ഞു. നമ്മുടെ ഫോണിലെ എത്ര കോണ്ടാക്ട് ഉണ്ട്? എന്തിനായി കോണ്ടാക്ട് ഒക്കെ? ഈ കോണ്ടാക്റ്റുകൾക്ക് ഉപയോഗിക്കണമേ, അല്ലാണ്ട് നമ്മൾ മരിക്കുമ്പോൾ ഒന്ന് കരയാൻ വേണ്ടിയിട്ട് ആണോ? ഈ കോണ്ടാക്റ്റിനെ കണക്ഷനാക്കി മാറ്റാൻ പറ്റും.